അപ്പോൾ ഇന്ന് iOS 26.4.1 അപ്ഡേറ്റിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് നിങ്ങൾ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൊതുവേ ഇതുപോലുള്ള ഫോളോ അപ്പ് വീഡിയോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാറുള്ള അതിന് നിരവധി റെസ്പോൺസും വരാറുണ്ട്. കാരണം ഇതിലൂടെ തന്നെ മനസ്സിലാവും ഒരേ മോഡൽ ഐഫോൺ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് പല രീതിയിലുള്ള മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ മിക്സ്ഡ് എക്സ്പീരിയൻസ് ആണ് അപ്ഡേറ്റിന് ശേഷം ലഭിക്കാറുള്ളത്. ഇതിൽ തന്നെ നമുക്ക് കാണാം നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ്, നോട്ട് ബാഡ്, ആവറേജ്, നോട്ട് ഗ്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. എന്നാൽ ചില പോസിറ്റീവ് കമൻറ്റ്സും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ള അപ്ഡേറ്റിന് ശേഷം ഒരു ഫോണിൽ ഒരു രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടായി എന്ന് കരുതി എല്ലാ യൂസേഴ്സിനും അതേ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ കാര്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം തന്നെ എൻ്റെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. പ്രത്യേകിച്ച് പെർഫോമൻസ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം 26.3 മുതൽ വലിയ കാര്യമായിട്ടുള്ള പെർഫോമൻസിൽ ചേഞ്ച് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഗീക്ക് ബെഞ്ച് ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. CPU ബെഞ്ച് മാർക്കിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുവാണെങ്കിൽ iOS 26.4 അപ്ഡേറ്റിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ് സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് 3722 മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 9632. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള നമ്മളുടെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പം ടെസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് 3153 9683 അതിൻ്റെ മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത്. ഇവിടെ സിംഗിൾ കോർ സ്കോർ കുറഞ്ഞിട്ടുണ്ട്, മൾട്ടി കോർ സ്കോർ വളരെ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു വ്യത്യാസമാണ്. പക്ഷേ ഇത് പെർഫോമൻസിൽ ഞാൻ പറഞ്ഞ പോലെ ഡേ ടു ഡേ പെർഫോമൻസിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ചേഞ്ചും തോന്നത്തില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പം കറണ്ട്ലി ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് കാണാം 100% ബാറ്ററി ഹെൽത്താണ് ഇപ്പോഴും സ്റ്റിൽ റിമൈനിങ്. 184 ആണ് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. ഇതേ സമയം ബ്രാൻഡ് ന്യൂ ഐഫോൺ വാങ്ങിയ പല യൂസേഴ്സിൻ്റെയും ഈ ഒരു ബാറ്ററി ഹെൽത്ത് ഇതിനോടകം തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം മെസ്സേജിലും കമൻസിലും ഇതേ കാര്യം സ്ഥിരം വരാറുള്ളതാണ്. പുതിയ ഫോൺ വാങ്ങി 4 മാസമായി, 6 മാസമായി, 8 മാസമായി ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പായി. സോ ഒരു പുതിയ ഫോൺ വാങ്ങി വിത്തിൻ 4 to 6 months ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടാകും. ഒന്ന്, ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം. അത് നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ ആപ്പിളിൻ്റെ ആപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, ഇപ്പം ഈ ഒരു സപ്പോർട്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ സപ്പോർട്ട് ടീമുമായിട്ട് നമുക്കിതിൽ ചാറ്റ് ചെയ്യാം. അവരോട് ഡിവൈസ് ഡയഗ്നോസ് ചെയ്യാൻ വളരെ എളുപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ചാറ്റ് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാം ബാറ്ററി. 2, യൂസേജിൻ്റെ ആ ഒരു ചാർജിങ് രീതികളുടെയൊക്കെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ബാറ്ററി ഹെൽത്ത് ഈ ഒരു ടൈമിനുള്ളിൽ ഡ്രോപ്പ് ആകുന്നത് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നത്. സോ എങ്ങനെ നമുക്ക് ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം, ബാറ്ററി ചാർജ് ചെയ്യേണ്ട രീതികളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അത് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് തന്നെ ഞാനിപ്പം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബാറ്ററീൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഓവറോൾ ഈ ഒരു ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ്, അതായത് മോശമല്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസ് തരുന്നുണ്ട്. കാരണം ഇന്നലെ ഞാൻ ഡൽഹി ആ ഒരു ബെൻക്യൂ ഇവൻറ്റ് പങ്കെടുക്കാൻ വേണ്ടി പോയപ്പം ഞാനിത് സിംഗിൾ ടൈം, അതായത് വീട്ടിൽ നിന്ന് പോയപ്പം 80% ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിൽ വരുന്ന ടൈമിൽ വീണ്ടും ചാർജ് ചെയ്യേണ്ട വന്നു. സോ ഓവറോൾ എനിക്ക് 5G ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അപ്ലോഡിങ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട വന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണാം ക്യാമറ, മറ്റുള്ള ആപ്ലിക്കേഷൻസ് എത്ര നേരം ഞാൻ യൂസ് ചെയ്തു, അത് എത്ര ബാറ്ററി കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം മറ്റ് യൂസേഴ്സിന് 13 അല്ലെങ്കിൽ 12, 15 ഒക്കെ യൂസ് ചെയ്യുന്ന പല യൂസേഴ്സിനും മോശമായിട്ടുള്ള ബാറ്ററി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കുഴപ്പമില്ലാത്ത 26.4 എങ്ങനെയായിരുന്നു അതേ സിമിലർ ആയിട്ടുള്ള പെർഫോമൻസും സിമിലർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മുൻപേ സംസാരിച്ച യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാറ്ററി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. അതിലെ 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് ബാറ്ററി ട്രെയിനിങ്ങും ഓവർ ഹീറ്റിങ്ങും. സോ ഓവർ ഹീറ്റിങ്ങിലേക്ക് വരുമ്പം കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാ അപ്ഡേറ്റിന് ശേഷവും തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് യൂഷ്വലി ഉണ്ടാകും. അതൊരു 2 to 4 days വരെ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും നമ്മളെ ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വെളിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇതിനോടൊപ്പം തന്നെ എല്ലാ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് നിങ്ങളുടെ ബാറ്ററി സെറ്റിംഗ്സിൽ വരുന്നുണ്ടായിരിക്കാം. ഐഫോൺ ഹാസ് ബീൻ യൂസ്ഡ് മോർ ദാൻ യൂഷ്വൽ സിൻസ് അപ്ഗ്രേഡിങ് iOS എന്ന് പറഞ്ഞുകൊണ്ട്.
സോ ഇതൊരു വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഡെക്സിങ്ങിനെ പറ്റിയാണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബാറ്ററി കൺസ്യൂം ആകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ബാറ്ററി കൺസ്യൂം ആകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഡിവൈസ് ഹീറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി ഡ്രെയിനിങ്ങും സംഭവിക്കുന്നുണ്ട്. സോ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സെറ്റിംഗ്സിൽ പോവുക, ഏറ്റവും താഴെ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ചെയ്യുക. ഇത് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ബാറ്ററി സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാകും എന്നുള്ളതല്ല. നിങ്ങൾ റീസെറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ സെറ്റിംഗ്സ് എല്ലാം റീസെറ്റ് ആയതിനു ശേഷം പഴയ ആ ഓർഡറിലേക്ക് നമ്മുടെ ഡിവൈസ് വരാൻ വേണ്ടി ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓൾഡർ ജനറേഷൻ ഐഫോൺസ് ആണെങ്കിൽ ലൈക്ക് ഐഫോൺ 11, 12, 13, 14, 15 വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡിവൈസുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുക. കാരണം ബാറ്ററി ഹെൽത്തും ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യാം. ബാറ്ററി ഹെൽത്ത് ഒരു 75% താഴെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ചില ഡിവൈസുകൾക്ക് ചിലപ്പോൾ അതൊരു 80% താഴെയായി, ഒരു 77 or 78% ഒക്കെ ആണെങ്കിൽ പോലും ഇത് ഇമ്പാക്റ്റ് ചെയ്യും. ബാറ്ററിയുടെ പെർഫോമൻസ് ഡിവൈസിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. 2, ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാമറയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലാഗോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒന്നെങ്കിൽ നിങ്ങൾ സിറിയോട് പറയുക, അല്ലെങ്കിൽ ഈ കൺട്രോൾ സെൻറ്ററിൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് കോർണറിൽ നമുക്ക് ആ ഒരു റീസ്റ്റാർട്ട് ബട്ടൺ അല്ലെങ്കിൽ പവർ ഓഫ് ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓണായി വരുമ്പോൾ റീസ്റ്റാർട്ട് ആവും. സോ ഒരൊറ്റ സിംഗിൾ റീസ്റ്റാർട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഗ്ലിച്ചുകൾ, ബഗ്ഗുകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഈവൻ ബാറ്ററീനെ പോലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മൂന്നാമതുള്ള ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് പോർട്രേറ്റ് മോഡിലാണ്. കുറേ പേര് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അവർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആപ്പർച്ചർ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെപ്തിനെ, ആ ബ്ലറിൻ്റെ എഫക്റ്റിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. സോ ഇതിൽ പോയിട്ട് നിങ്ങൾ ഈ 4.5 ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ഒരു 2.8 അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള 2.2 ഒക്കെ നിങ്ങൾ ആ ഒരു ആപ്പർച്ചർ വാല്യൂ കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡെപ്ത് എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും. 4, ഫോട്ടോസ് ആപ്പാണ്. ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ വരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റീസ്റ്റാർട്ട് മെത്തേഡ്, ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമുക്കത് സിമ്പിളായിട്ട് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ അപ്ഡേറ്റിന് ശേഷം ഡിസ്പ്ലേ പല ആൾക്കാരുടെയും പോയി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് 26.4 എന്ന് പറയുന്ന അപ്ഡേറ്റ് കൊണ്ടല്ല ഈ ഡിസ്പ്ലേ ഇഷ്യൂസ് ഒന്നും ഉണ്ടായത്. അതിന് മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് ആരൊക്കെയോ ചുമ്മാ ഇപ്പം വലിച്ചു വാരി വീണ്ടും ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ വലിച്ചിടുന്ന കാര്യങ്ങളാണ്. ഐഫോൺ 13, 14 സീരീസിന് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണ് ഡിസ്പ്ലേ ഡാമേജ് ആകുന്നെങ്കിൽ. ഇതിൽ അഞ്ചാമത്തെ ഇഷ്യൂ, നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലുമൊക്കെ വീഡിയോസ്, റീൽസോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ അല്ലെങ്കിൽ വീഡിയോയുടെ സൗണ്ട് വല്ലാതെ അങ്ങ് ഇൻക്രീസ് ആകുന്നു. ഇത് ആക്ച്വലി ഗ്ലിച്ചാണ്. iOSൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചാണ് അല്ലെങ്കിൽ പ്രോബ്ലമാണ്. ഇത് ആപ്പിൾ തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അതൊരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചാണ്. അത് ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒന്നുമല്ല, iOSൻ്റെ തന്നെ ഒരു കംപ്ലയിൻ്റ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വോളിയം അങ്ങ് കൂടുന്ന സമയത്ത് നമ്മുടെ സൈഡിലുള്ള വോളിയം റോക്കേഴ്സ് ഉണ്ടല്ലോ, ഈ ആ പ്ലസും ഡൗണും ബട്ടൺ, അതിലങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. 6, കീബോർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ഇപ്പോഴും പല യൂസേഴ്സ് മെൻഷൻ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോ ആപ്പിൾ 26.4 അപ്ഡേറ്റിൽ അത് പരിഹരിച്ചിട്ടാണ്. ഓൾറെഡി അവർ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും പല യൂസേഴ്സിന് അത്ര ഇൻറ്റൻസീവായിട്ടല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും കീബോർഡ് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ്, ഗ്ലിച്ചുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതാണ് നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ആപ്പിൾ തന്നെ ആ ഗ്ലിച്ചും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. സോ താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ റീസ്റ്റാർട്ടിംഗ് ആണ് നമുക്കുള്ളത്. ചിലപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ആകാം, അല്ലെങ്കിൽ അത് സെർച്ച് സജഷൻസ് വരുന്നതിലാകാം. ഇങ്ങനെയൊക്കെയാണ് കീബോർഡ് ഇഷ്യൂ പല യൂസേഴ്സിനും ഫേസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സിമ്മിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ വൈഫൈ നെറ്റ്വർക്കിൻ്റെ സ്പീഡ്, ബ്ലൂടൂത്ത്, ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് പല യൂസേഴ്സും ഇതിൽ മെൻഷൻ ചെയ്ത കാര്യമാണ്. ചിലവർക്ക് അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 1-2 ദിവസത്തേക്ക് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആയി അല്ലെങ്കിൽ ആ പ്രോബ്ലം മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓൾ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേ ഓപ്ഷനിൽ തന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ് അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ
ഈ സിമ്മാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നെങ്കിൽ അതൊന്നും നഷ്ടപ്പെടത്തില്ല. നെറ്റ്വർക്ക് സെറ്റിങ്സ് മാത്രം റീസെറ്റ് ആകത്തുള്ളൂ. സോ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്താലും സെറ്റിങ്സ് മാത്രമാണ് റീസെറ്റ് ആകുന്നത്, അല്ലാതെ നിങ്ങളുടെ ഫോണിലെ ഡേറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല. സോ ആ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ടും നിങ്ങളുടെ സിമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സ്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ്. ഇതുപോലെ പല മെത്തേഡുകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ലാസ്റ്റ് ഞാൻ സിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പം ഈ ഒരു പ്രോബ്ലം മാറി. സോ നിങ്ങൾക്കും വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിടാം. സോ പലരും പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞേക്കാം. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളും നമ്മളുടെ ചാനലിലും ഞാനും ഉള്ളത്. സോ നമ്മളുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ കറണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.